റൈസിംഗ് കൊട്ടിയം ശക്തമായ സമര പരിപാടികളുമായിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. നമുക്ക് ഈ ഭാഗത്തുള്ള ഓട്ടോറിക്ഷക്കാരുടെ അനുഭവങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാം. എന്താണ് പേര്? റാഫി പുന്തലോട്. ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്. കൂടാതെ ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ വാർത്ത വരെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ന്യൂസ് ടാർഗറ്റ് കൊല്ലം എന്ന് പറയും. ഇത് ഞാൻ ചെയ്ത റിപ്പോർട്ടെന്ന് പറയുന്നത് വ്യക്തമായിട്ടുള്ളൊരു റിപ്പോർട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇതുവഴി ഒട്ടനവധി വീടുകളും ഒരുപാട് സ്ഥാപനങ്ങൾ, സ്കൂള്, കോളേജ്, പോലീസ് സ്റ്റേഷൻ, പിന്നെ ഇവിടെയുള്ള വീട്ടുകാർക്ക് ഹോസ്പിറ്റലിൽ എന്നുണ്ടെങ്കിലും വളരെ ഒരു ബുദ്ധിമുട്ടാണ്. ഈ റോഡ് വഴി സഞ്ചരിക്കുന്ന ഏതൊരു യാത്രക്കാർക്കും അറിയാം ഇത് പിന്നെ ഒരു സർക്കാരിൻ്റെ പിന്നെ ശക്തമായിട്ടുള്ളൊരു എതിർ നടപടിയാണെന്ന് വ്യക്തമായിട്ടറിയാം. ഇതിനെതിരെ ആക്ഷൻ എടുക്കുക. ഇതിനകത്ത് ആരാണ് ഈ റോഡ് പണിക്ക് ഇടങ്ങോല് നിൽക്കുന്നതെന്ന് വെച്ചാൽ അതിനെതിരെ ആക്ഷൻ എടുക്കുക എന്നേ നമുക്ക് പറയാൻ പറ്റും. ഈ റൈസിംഗ് കൊട്ടിയം ഈ തുടങ്ങാൻ പോകുന്ന ഈ സമര പരിപാടികൾക്ക് നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും പിന്തുണ ഉണ്ടാകും. താങ്ക്സ് അല്ലോ. റോഡിന്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ വിദ്യാർത്ഥികൾ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. റോഡിന്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ വളരെ മോശമാണ്. കൂടുതൽ ഈ മഴ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ റോഡിൽ കൂടെ പോകാൻ. ഇവിടെ അടുത്ത് തന്നെ 3 കോളേജ് ഉണ്ട്, ഡോൺ ബോസ്കോയും കൂടി ചേർത്ത്. അപ്പം ഒരുപാട് ക്രൗഡൊക്കെ ആകുമ്പോൾ ഒട്ടും സ്പേസ് ഒന്നുമില്ല. പിന്നെ കൂടുതലും ഈ കോളേജ് വിടുന്ന സമയത്തൊക്കെ വണ്ടികളുടെ ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. പിന്നെ അതുമല്ല ഈ റോഡിനകത്തൊക്കെ ഒരുപാട് ക്രാക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് വണ്ടികളുടെ ബുദ്ധിമുട്ടുകളും പിന്നെ കോളേജ് വരാനായിട്ടൊക്കെ ഭയങ്കര തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് റോഡ്.